കുടുംബശ്രീയുടെ ഭക്ഷ്യമേളയ്ക്ക് പട്ടാമ്പിയിൽ വേദിയൊരുങ്ങുന്നു. ഫെബ്രുവരി 4 മുതൽ 8 വരെയാണ് ഭക്ഷ്യമേള സംഘടിപ്പിച്ചിരിക്കുന്നത്. നടത്തിപ്പിനായി സംഘാടക സമിതി രൂപീകരിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിലാണ് പട്ടാമ്പി കുടുംബശ്രീയുടെ ഭക്ഷ്യമേളയ്ക്ക് വേദിയാകുന്നത്. ഫെബ്രുവരി 4 മുതൽ 8 വരെയുള്ള ദിവസങ്ങളിലായാണ് ഭക്ഷ്യമേള നടക്കുന്നത്. മേലെ പട്ടാമ്പിയിൽ സജ്ജമാക്കുന്ന ഭക്ഷ്യമേളയിൽ ജില്ലയിലെ 30 കുടുംബശ്രീ സംരംഭകരാണ് രുചിയുടെ കലവറ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. പരിപാടിയുടെ വിപുലമായ നടത്തിപ്പിനായി സ്വാഗത സംഘം രൂപീകരിച്ചു. പട്ടാമ്പി മിനി സിവിൽ സ്റ്റേഷൻ കോൺഫറൻസ് നടന്ന സ്വാഗത സംഘ രൂപീകരണ യോഗം മുഹമ്മദ് മൂസിൻ MLA ഉദ്ഘാടനം ചെയ്തു. 30ഓളം സ്റ്റാളുകളിൽ പ്രദർശനം, വിപണനം എന്നിവ ഉണ്ടാകും. കുടുംബശ്രീയുടെ വിവിധ കഫേ യൂണിറ്റുകളുടെ രുചികരമായ വിഭവങ്ങളും തനത് ഉൽപ്പന്നങ്ങളും പ്രദർശിപ്പിക്കും. ലൈവ് ഫുഡ് സ്റ്റാളുകളും ചെറുധാന്യ വിഭവങ്ങളുടെ പ്രത്യേക സ്റ്റാളും മേളയിൽ പ്രവർത്തിക്കും. കുടുംബശ്രീ സൂക്ഷ്മ സംരംഭ യൂണിറ്റുകളുടെ ട്രേഡ് ഫെയറും ഉണ്ടാകും. മേളയുടെ ഭാഗമായി കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികളും അരങ്ങേറും. സ്വാഗത സംഘ രൂപീകരണ യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ലക്ഷ്മിക്കുട്ടി, വൈസ് ചെയർമാൻ TP ഷാജി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ MK ബേബി ഗിരിജ, V രമണി, രതി ഗോപാലകൃഷ്ണൻ, ആനന്ദവല്ലി, തഹസിൽദാർ TP കിഷോർ, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ചന്ദ്രദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. വനിതകളുടെ നേതൃത്വത്തിലുള്ള ഒരു മുന്നേറ്റമാണ് കുടുംബശ്രീ. ആ കുടുംബശ്രീയുടെ കരുത്തും കഴിവും അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ വൈവിധ്യങ്ങളും ജനങ്ങൾക്ക് മുമ്പിൽ കാണിക്കുന്നതിനും അവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വിപണി എന്നുള്ള നിലക്കും ഒക്കെയാണ് നമ്മൾ വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ നടത്തുന്നത്. നമ്മൾ സരസ് മേളയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ സരസ് മേള ഇപ്പോൾ വളരെ റീസെന്റ് കഴിഞ്ഞതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് ലഭ്യമാകില്ല. അതുകൊണ്ടാണ് ജില്ലാതലത്തിലുള്ള കുടുംബശ്രീയുടെ നേതൃത്വത്തിലുള്ള ഭക്ഷ്യമേള അത് പട്ടാമ്പിയിൽ വെച്ച് നടക്കാൻ പോകുന്നത്. ഈ ഭക്ഷ്യമേള പട്ടാമ്പിയിൽ വെച്ച് നടക്കുമ്പോൾ നമുക്കറിയാം, പട്ടാമ്പിക്കാരെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അവർക്ക് ഏറ്റെടുക്കുന്നവരാണ്. ഏത് പുതിയ ഹോട്ടലാണെങ്കിലും സംരംഭമാണെങ്കിലും ഒക്കെ നമ്മൾ പട്ടാമ്പിക്കാരെ ഏറ്റെടുക്കാറുണ്ട്. സരസ്മേളയിലും ഫുഡിന്റെ മേഖല ഏറ്റവും കൂടുതൽ നമ്മൾ ഏറ്റെടുത്തത് എന്നും കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടവർ പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് പട്ടാമ്പിക്കാരെ ഏറ്റെടുക്കും എന്നതിൽ സംശയമില്ല. പിന്നെ നമ്മുടെ പട്ടാമ്പി നേർച്ചയുടെ തൊട്ട് മുമ്പാണ് ഇത് നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് വിദേശത്തൊക്കെയുള്ള നമ്മുടെ ആളുകൾ പട്ടാമ്പി നേർച്ചയുമായി ബന്ധപ്പെട്ട് വന്നവർക്കൊക്കെ ഇതിൽ പങ്കാളികളാവാൻ കഴിയും. അപ്പോ തുടക്കത്തിൽ എനിക്ക് പറയാനുള്ളത്, ഈ ഫുഡ് ഫെസ്റ്റ് ഏറ്റവും ജനകീയമായിട്ടുള്ള രീതിയിൽ നമുക്ക് നടത്തിയെടുക്കണം. അതിന്റെ ഭാഗമായി പട്ടാമ്പി മണ്ഡലത്തിൽ നിന്നുള്ളവർ തീർച്ചയായിട്ടും വിവിധ സ്റ്റാളുകളായിട്ട് അതിൽ പരമാവധി പങ്കെടുക്കുക. മറ്റു പുറമേ നിന്നുള്ള സ്റ്റാളുകളും ഒക്കെ ആയിക്കൊണ്ട് എല്ലാ തരത്തിലുള്ള ഉൽപ്പന്നങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാനും അതുപോലെ ഭക്ഷണ വൈവിധ്യങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനം നടത്തണം. ഇവിടെ മറ്റു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത്, ഓരോ ദിവസവും ഓരോ പഞ്ചായത്തുകൾ പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക കടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം, മെയിൻ റോഡ്, പട്ടാമ്പി.